നടൻ ബാലയും ഗായിക അമൃത സുരേഷുമായിട്ടുള്ള വിവാഹമോചനവും അതിനുശേഷം പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങളുമെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ആഘോഷമാക്കാറുണ്ട്. നിലവിൽ കേസ് കോടതിയുടെ പരിഗണനയിൽ ആയതുകൊണ്ട് തന്നെ ബാലയോ അമൃതയോ ഈ വിഷയങ്ങളെക്കുറിച്ച് പരസ്യമായിട്ടൊന്നും പ്രതികരിക്കാറില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ബാല നടത്തിയ ചില പരാമർശങ്ങൾ അമൃതയ്ക്ക് നേരെയുള്ള ഒളിയമ്പാണോ എന്നാണ് സംശയമാണ് ഉയർത്തുന്നത്. പുരുഷന്മാർ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രമേയമാക്കിയ ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയെക്കുറിച്ച് ബാല നടത്തിയ ചില പരാമർശങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്. തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സിനിമയിൽ ഉണ്ട് എന്നാണ് ബാല പറയുന്നത്. ആസിഫ് അലി നായകനായ ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമ കാണാൻ എത്തിയതായിരുന്നു ബാലയും ഭാര്യ കോകിലയും. ബാലയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ സിനിമയുടെ പ്രമേയം ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് കാണാൻ വന്നത്. സിനിമയിലെ ഒരുപാട് കാര്യങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ ഉള്ളതാണ്. അതിലെ ഒരു ഭാഗമാണ് കാണിച്ചിരിക്കുന്നത്. ഈ സിനിമയിൽ തനിക്ക് കണ്ണു നിറഞ്ഞ ഒരു സീനുണ്ട്. അത് തന്റെ ജീവിതത്തിൽ ഉണ്ടായതാണ്. അതേക്കുറിച്ച് പറഞ്ഞാൽ കേസ് ഉണ്ടാകും. ഈ സിനിമയിൽ ആസിഫ് അലിയുടെ കഥാപാത്രത്തോട് ചോദിക്കുന്നുണ്ട് നിലവിൽ എത്ര കേസ് ഉണ്ടെന്ന്. താൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്റെ പേരിൽ ഒരു കേസ് കൂടിയാകും. വക്കീലുമൊത്താണ് സിനിമ കാണാൻ വന്നത്. നമ്മുടെ ജീവിതത്തിൽ നടന്ന ചില കാര്യങ്ങൾ സിനിമയിൽ കാണുമ്പോൾ ഭയങ്കര ഫീലാകും. കണ്ണു നിറഞ്ഞുവെങ്കിലും നിയന്ത്രിച്ചുവെന്നും ബാല പറഞ്ഞു. ആസിഫ് അലിയുടെ കഥാപാത്രം മകളെ കാണാനായി കോടതിയിൽ പോകുന്ന രംഗമുണ്ട്. അതൊക്കെ റിയാലിറ്റിയാണ്. സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ പീഡിപ്പിക്കുന്നത് കാണുമ്പോൾ എത്രയോ ആണുങ്ങൾക്ക് ദേഷ്യം വരും. അതുപോലെയാണ് ആണുങ്ങളെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ സ്ത്രീകൾക്കും ദേഷ്യം വരും. തൊട്ടടുത്ത സീറ്റിൽ ഇരുന്ന ഒരു അമ്മൂമ്മ തന്റെ അടുത്ത് വന്ന് കയ്യിൽ പിടിച്ചു പറഞ്ഞു, മോന്റെ കാര്യങ്ങൾ അറിയാം, തളർന്നു പോകരുത്, ജീവിതത്തിൽ തിരിച്ചു വരണമെന്ന്. ഒരാണിനെതിരെ കേസ് കൊടുക്കുമ്പോൾ അവന് സാമ്പത്തികമോ കുടുംബത്തിന്റെ പിന്തുണയോ ഇല്ലെങ്കിൽ തകർന്നു പോകും. അവന്റെ ജോലി, പ്രായം, സുഹൃത്തുക്കൾ, ബന്ധങ്ങൾ എല്ലാം പോകും. സമൂഹത്തിന് വില്ലനായി മാറും. 4 പേരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടാകും. ഓപ്പോസിറ്റ് സൈഡിൽ മാസാമാസം നല്ല പൈസ കിട്ടും. നല്ല വക്കീലുണ്ടെങ്കിൽ മാക്സിമം സ്വത്തെടുത്ത് കൊണ്ടുപോകാനും പറ്റും. പെണ്ണു വിചാരിച്ചാൽ ആണിനെ നശിപ്പിക്കാൻ പറ്റും. ഇന്നത്തെ ജനറേഷനിൽ പലർക്കും വിവാഹം കഴിക്കാൻ പേടിയാണ്. ഡിവോഴ്സ് ആകുമോ എന്നുള്ള ഭയമാണ്. നല്ല പെണ്ണിനെ തേടി കണ്ടുപിടിച്ച് കെട്ടണം. തനിക്ക് നല്ല പെണ്ണിനെ കിട്ടിയിട്ട് കുറെ വർഷങ്ങൾ കഴിഞ്ഞാണ് മനസ്സിലായത് ഈ പൊട്ടന്. നല്ല പെണ്ണിനെ കിട്ടുമ്പോൾ ജീവൻ മാത്രമല്ല സ്വത്ത് കൂടി എഴുതി കൊടുക്കാം. സ്ത്രീക്കും പുരുഷനും തുല്യമായ അവകാശം വേണം. ഏത് നിയമമോ ദൈവമോ മതമോ ആയാലും അച്ഛനെയും മക്കളെയും വേർതിരിക്കാൻ പാടില്ല. അതിനുള്ള അവകാശം ആർക്കുമില്ല. ഒരു അച്ഛന് മാത്രമല്ല തകർന്നു പോകുന്നത് ഒരു കുടുംബവും ആ വംശവും തന്നെ തകർന്നു പോകുമെന്നും ബാല കൂട്ടിച്ചേർത്തു.